ഈ വീഡിയോയിൽ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ്. അതിനകത്ത് ഇന്നലെ ട്രംപും സൗദി അറേബ്യയുടെ ക്രൗൺ പ്രിൻസ് ആയിട്ടുള്ള MBSും തമ്മിൽ ചർച്ചയൊക്കെ നടത്തി ഭയങ്കര ആഘോഷമായിട്ടൊക്കെ വൈറ്റ് ഹൗസിൽ നിന്നും പിരിഞ്ഞതാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് F-35 ബന്ധപ്പെട്ട പ്രപ്പോസലൊക്കെ ഭയങ്കരമായിട്ട് കൊട്ടി ആഘോഷിച്ച് നടത്തിയതാണ് വൈറ്റ് ഹൗസിൽ. ഞാനിതാ ഇപ്പം തന്നെ കൊടുത്തു കളയും, അതും F-35A കാറ്റഗറിയിൽ വരുന്ന സാധനം തന്നെ കൊടുക്കുമെന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെയാണ് വൈറ്റ് ഹൗസിൽ നിന്ന് വന്നത്. ട്രംപും അത് തന്നെയാണ് പറഞ്ഞു വെച്ചത്. പക്ഷെ ഇപ്പം ഇസ്രായേലിൻ്റെ സൈഡിൽ നിന്ന് കാട്ടത്തെ സമ്മർദ്ദം എന്ന് പറഞ്ഞാൽ ചില്ലറയൊന്നുമല്ല. അതായത് ശരിക്കും പറഞ്ഞാൽ ട്രംപ് ഒരു വട്ടപൂജ്യമായിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വേറെ ഒന്നുമല്ല, ഇപ്പോൾ അതിൻ്റെ ഒരു F-35A കാറ്റഗറിയിൽപ്പെട്ട ആ എയർക്രാഫ്റ്റ് കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ട്രംപ് ഇപ്പം പതിയെ പത്തി താഴ്ത്തിയിട്ട് ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്, ഇസ്രായേലിൻ്റെ ഡോമിനേഷൻ ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ഡീലുകൾ മാത്രമേ ഞാൻ സൗദി അറേബ്യയുമായിട്ട് ചെയ്യുകയുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ അതായത് പറഞ്ഞു വെക്കുന്നത് F-35 ഫൈറ്റർ ജെറ്റ് ഇസ്രായേലിൻ്റെ കയ്യിലുള്ളതിനേക്കാളും കുറഞ്ഞത് ഡൗൺ ഗ്രേഡഡ് എക്യൂപ്ഡ് ആയിട്ടുള്ള ആ ഒരു ഫൈറ്റർ ജെറ്റ് മാത്രമേ ഞാൻ കൊടുക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇത് വാങ്ങിക്കാൻ സൗദി അറേബ്യ തയ്യാറാകുമോ? ഒരിക്കലും തയ്യാറാവില്ല. അതായത് തൊട്ടടുത്തുള്ള ഒരു രാജ്യമായിട്ടുള്ള ഇസ്രായേലിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന F-35 ഗ്രേഡ് കുറഞ്ഞ, അതിനേക്കാളും ഓപ്ഷൻസ് കുറഞ്ഞ രീതിയിലുള്ള F-35 ആണ് ഞാൻ സൗദി അറേബ്യയ്ക്ക് കൊടുക്കാൻ പോകുന്നത് എന്നുള്ളത് ഓപ്പണായിട്ട് ട്രംപ് പറഞ്ഞിരിക്കുകയാണ്. ഇയാൾ ശരിക്കും വിഡ്ഢിയാണോ അല്ലെങ്കിൽ ഇയാൾ വിഡ്ഢിയെ പോലെ അഭിനയിക്കുകയാണോ എന്നുള്ളത് നമുക്കറിയില്ല. അതാണ് നമുക്ക് ഒട്ടും മനസ്സിലാക്കാൻ പറ്റാത്തത്. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫർമേഷൻസ്, കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ തന്നെയും അത് സൗദി അറേബ്യയുമായിട്ട് ബാക്ക് ഡോർ ഡിപ്ലോമസിയിൽ സംസാരിച്ച് കാര്യങ്ങൾക്കൊക്കെ ഒരു നീക്കുപോക്ക് ഉണ്ടാക്കുന്നതാണ് ഒരു കീഴ്വഴക്കം. അതാണ് അതിൻ്റെ ഒരു ശരി. പക്ഷെ ഇയാൾ എന്ത് സംഭവിച്ചാലും ഉടനെ ട്വിറ്ററിലങ്ങ് എഴുതുക. അതായത് ഈ ട്രംപ് ഗ്ലോബൽ പ്ലാറ്റ്ഫോമിൽ മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് ഇടപെടുമ്പോൾ ഫ്രണ്ടിനോട് ഇടപെടുന്ന ആ ഒരു ശൈലിയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് രാജ്യം ഭരിക്കാൻ ഒട്ടും അനുയോജ്യമായ ഒരു രീതിയല്ല. അയാൾ ഉടനെ തന്നെ തുറന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പം MBS എങ്ങനെയാണ് ഇതിനകത്ത് റെസ്പോണ്ട് ചെയ്യാൻ പോകുന്നുള്ളത് നമുക്കറിയില്ല. MBS തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഡൗൺ ഗ്രേഡ്, അതായത് ഇസ്രായേൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റെൽത്തിനേക്കാളും ഡൗൺ ഗ്രേഡ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് സൗദി അറേബ്യയ്ക്ക് കൊടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സൗദി അറേബ്യ അത് വാങ്ങാൻ തയ്യാറാവില്ല. ഇത് തന്നെയാണ് നമ്മൾ 2 ദിവസത്തിന് മുമ്പ് തന്നെ അപ്ഡേറ്റ് ചെയ്തിരുന്നത്. ഇസ്രായേൽ ഈ ഒരു ഡീൽ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളത് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇനി നോക്കിക്കോളൂ, ഇനി ഒരു ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും ഈ F-35 എന്ന് പറഞ്ഞ ആ ഒരു ഡീലില്ലേ, ആ ഡീൽ വാനിഷായി പോകുന്ന ഒരു സ്ഥിതിയായിരിക്കും നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം F-35 ഡീൽ ഇസ് ഗോൺ. അത് ഇനി സൗദി അറേബ്യയും അമേരിക്കയും തമ്മിൽ ഒരു F-35 ഡീലൊന്നും ഇല്ല. അത് മറന്നേക്കുക. അതാണ് നമുക്ക് പറയാനുള്ളത്. അത് ഇസ്രായേലിൻ്റെ നെതന്യാഹു പൊളിച്ചടുക്കി കൈ കൊടുത്തിട്ടുണ്ട്. അതിലുപരിയായിട്ട് നെതന്യാഹു കർശനമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി പറഞ്ഞിട്ടുണ്ട്. അതായത് ദർ വിൽ നോട്ട് ബി എ പാലസ്തീനിയൻ സ്റ്റേറ്റ്, ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. സൗദി അറേബ്യയോളം വില കൊടുക്കേണ്ടി വന്നാലും, അതായത് സൗദി അറേബ്യയുമായിട്ട് നോർമലൈസേഷനിലേക്ക് പോകേണ്ട ആ ഒരു റിലേഷൻഷിപ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള വിള്ളൽ വീണാലും സൗദി അറേബ്യയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ ഒരു അവസരം കിട്ടിയില്ല എങ്കിലും പാലസ്തീനിയൻ സ്റ്റേറ്റ് ഉണ്ടാവത്തില്ല എന്നുള്ളത് ആവർത്തിച്ച് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് നെതന്യാഹു. ഹ്യൂമൻ റൈറ്റ്സ് ഇച്ചിരി തലപൊക്കുന്നുണ്ട്. അത് വെസ്റ്റ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ നടത്തുന്ന ഒക്കുപ്പേഷൻ, ഈ ഒക്കുപ്പേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഇപ്പം ഇസ്രായേലിനെതിരെ നിലപാടുമായിട്ട് വന്നിരിക്കുന്നത്. കാരണം വെസ്റ്റ് ബാങ്കിൻ്റെ ഉള്ളിൽ ഇസ്രായേൽ തകൃതിയായിട്ടുള്ള അവരുടെ എക്സ്പാൻഷൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ വെസ്റ്റ് ബാങ്കിൻ്റെ ഉള്ളിൽ 1800 സ്ഥലങ്ങൾ സീസ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഈ സീസ് ചെയ്തെടുത്തിരിക്കുന്ന സ്ഥലങ്ങൾ എന്തിനാണെന്ന് പറഞ്ഞാൽ, ഇത് സാധാരണ അവർ ചെയ്യുന്നത് പോലെ സെറ്റിലേഴ്സിന് വേണ്ടിയിട്ട് അവിടെ റീസെറ്റിൽമെൻറ്റ് ഉണ്ടാക്കാനല്ല, അതിന് പകരം അവിടെ ആർക്കിയോളജിക്കൽ റിസർച്ച് വർക്ക് നടത്താൻ വേണ്ടിയിട്ടും അതിലൂടെ അവരുടെ പഴയ ജുദയ സമാരിയ ആ ഒരു ടൈമിലുണ്ടായിരുന്ന ആ ഒരു റിസർച്ച് വർക്ക് നടത്താൻ വേണ്ടിയിട്ട്, ആർക്കിയോളജിക്കൽ റിസർച്ച് വർക്ക് നടത്താൻ വേണ്ടിയിട്ട് ആ സൈറ്റ് സെലക്ട് ചെയ്തിരിക്കുകയാണ്. 1800 ലൊക്കേഷൻസ് ആണ് സെലക്ട് ചെയ്തിട്ട് അതിനെ സീസ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇന്നലെ IDF നടത്തിയ എയർ സ്ട്രൈക്കിൽ ഹമാസിൻ്റെ ഒരു സീനിയർ കമാൻഡറും അതുപോലെ തന്നെ ഈ October 7 ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് സപ്പോർട്ടീവായിട്ടിരുന്ന ഒരു ഹമാസ് ഭീകരനും, ആ രണ്ടുപേരും കൂടി ഇന്നലെ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്തയും കൂടി വരുന്നുണ്ട്. അതേപോലെ ഹമാസിനെതിരെ ഇന്നലെ ഗാസയ്ക്കുള്ളിൽ അതിശക്തമായ രീതിയിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് 5 ഹമാസ് ഭീകരർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയും കൂടി വരുന്നുണ്ട്. അപ്പം ഇതിനകത്തൊരു അൺസർട്ടനിറ്റി ഉണ്ട് ഈ ഗാസ ഡീലുമായിട്ട് ബന്ധപ്പെട്ട്. ഫസ്റ്റ് ഫേസ് പൂർത്തിയായതോടുകൂടി ഒരു അൺസർട്ടനിറ്റി, അതായത് ഹമാസിൻ്റെ സൈഡിൽ
അതുപോലെ തന്നെ ഈ ഒരു പാലസ്തീനിയൻസിൻ്റെ കാഴ്ചപ്പാടിൽ അവർ വിചാരിക്കുന്നത് ഇസ്രായേൽ സെക്കൻഡ് ഫേസിലേക്ക് വരില്ല എന്ന് തന്നെയാണ് അവർ ഉറച്ചു വിശ്വസിക്കുന്നത്. അതിന് അവർ ഒരുപാട് കാരണങ്ങൾ അവർ നിരത്തുന്നുണ്ട്. അതിനകത്ത് മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത് അതായത് ഈ ബോഡി മൃതശരീരങ്ങളും അതുപോലെ തന്നെ ജീവിച്ചിരിക്കുന്ന ബന്ദികൾ ഇവരെല്ലാം തന്നെ ഒറ്റയടിക്ക് റിലീസാക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ നടത്തിയ ഒരു ടാക്ടിക്സ് ആണ് ഈ ഫേസ് 1 ഡീൽ എന്ന് പറയുന്നത് എന്നാണ് അവരുടെ സൈഡിൽ നിന്ന് മുന്നോട്ട് വെക്കുന്ന വാദം. പക്ഷേ അതേസമയം ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് കണ്ടീഷൻ അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഡിസാം ചെയ്യണം, നിങ്ങൾ ആയുധം താഴെ വെക്കണം, എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇസ്രായേൽ. ആ ഒറ്റ പോയിന്റിലാണ് ഇപ്പോൾ ഇതിനകത്ത് പ്രശ്നം വന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഹമാസിന് അത് വളരെ നിർണായകമായിട്ടുള്ള പോയിന്റാണ്. ഹമാസ് ഈ ആയുധം താഴെ വെക്കുന്നതിന് പകരം അവർ മറ്റു പല റീസൺസ് ആണ് എടുത്തുകൊണ്ട് വരുന്നത്. അതായത് ഇപ്പോഴും ഗാസയ്ക്കുള്ളിൽ ഇസ്രായേൽ ആക്രമണം എവറിഡേ നടത്തുന്നുണ്ട്. എവറിഡേ സീസ് ഫയർ വയലേഷൻ എന്നുള്ള രീതിയിലാണ് ഹമാസ് ഇസ്രായേലിനെ പോർട്രേ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. പക്ഷെ അതേസമയം ഇസ്രായേൽ ഈ ഒരു വിഷയത്തിൽ ഇസ്രായേലിന് പറയാനുള്ള മറുപടി എന്താണെന്ന് പറഞ്ഞാൽ ഒരു യെല്ലോ ബോർഡർ ശരിക്കും പറഞ്ഞാൽ ഒരു ക്ലിയർ മാർജിൻ ആയിട്ടാണ് നമ്മൾ കൊടുത്തിരുന്നത്. പക്ഷെ ഇവര് ഈ ഗാസ രണ്ടായിട്ട് കീറി മുറിക്കപ്പെടുമോ, അതായത് ഇപ്പം യെല്ലോ ലൈനിന്റെ ഉള്ളിൽ നമുക്ക് തന്നിരിക്കുന്ന ഈ സ്ഥലങ്ങൾ മാത്രമായിട്ട് ചുരുങ്ങുമോ എന്നുള്ളൊരു പേടിയിൽ ഇപ്പൊ ഈ ഹമാസുമായിട്ട് ബന്ധപ്പെട്ട് അതേപോലെ PJA എന്ന് പറഞ്ഞ പാലസ്തീനിയൻ ജിഹാദ് ആ ഒരു ഗ്രൂപ്പ് ആയിക്കോട്ടെ, ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് എന്താണ് പ്ലാൻ ചെയ്യുന്നത് പറഞ്ഞാൽ ഇവർ രഹസ്യമായിട്ട് യെല്ലോ ലൈൻ ക്രോസ് ചെയ്ത് വന്നുകൊണ്ട് ആക്രമണം നടത്തി ഇവരുടെ ബോർഡർ വികസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇവർ തുടരുന്നത്. പക്ഷേ IDF എന്ന് പറഞ്ഞ ഒരു ഫോഴ്സിന് അത്ര എളുപ്പത്തിൽ ഇവർ 1-2 ഏരിയയിൽ ഇങ്ങനെ ഇൻഫിൽട്രേഷൻ ചെയ്ത് ഈ യെല്ലോ ലൈൻ ക്രോസ് ചെയ്ത് വന്നിട്ട് 1-2 ഉദ്യോഗസ്ഥർക്ക് നേരെ സ്നൈപ്പർ ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ അതേസമയം ഇവർക്ക് തിരിച്ചറിവാണ് വേണ്ടത്, ഇവർ ആയുധം താഴെ വെച്ചില്ലെങ്കിൽ ഇതേപോലത്തെ ആക്രമണങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് തുടരുമെന്നാണ് ഇസ്രായേൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ സൗദി അറേബ്യയ്ക്ക് F-35 കൊടുക്കാൻ പാടില്ല എന്നുള്ളതിൽ IDFന്റെ തീരുമാനമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൈമാറപ്പെട്ടത്. IDF ആണ് പറഞ്ഞത് F-35 കൊടുക്കാൻ പാടില്ല, അത് അവർക്ക് ഭയങ്കര ചാലഞ്ചാണ്. അപ്പോൾ അതുകൊണ്ടാണ് വളരെ കർശനമായിട്ടുള്ള തീരുമാനമായിട്ട് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പോളിസി ആയിട്ട് വൈറ്റ് ഹൗസിനെ അറിയിക്കുകയും ട്രംപിന് ചലിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ട്രംപ് ഇങ്ങനെ ഇപ്പം എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞ് തടി തപ്പണമല്ലോ. കാരണം F-35 A ക്ലാസ് തന്നെ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ F-35 ഇസ്രായേലിനേക്കാളും കുറഞ്ഞത് കൊടുക്കാമെന്ന് പറയും. ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് F-35 ഇല്ല എന്ന് പറയും, അത്രയേ ഉള്ളൂ. പക്ഷെ അതിനുള്ളിൽ ഈ സൗദി അറേബ്യയിൽ നിന്ന് പോകേണ്ട ഇൻവെസ്റ്റ്മെൻറ്റുകൾ അവിടെ എത്തണം. ആ മണി ആ ഒരു 600 ബില്യൺ എങ്ങനെ കൊണ്ട് പാർക്ക് ചെയ്യും, അത് എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ട്രംപ് ഏറ്റവും കൂടുതൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രിസ്ത്യാനോ റൊണാൾഡോ ട്രംപിൻ്റെ വൈറ്റ് ഹൗസിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇൻവിറ്റേഷൻ അയച്ചത് ശരിക്കും MBS വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോ എല്ലാവർക്കും അറിയാമല്ലോ, ഫുട്ബോൾ പ്ലെയറാണ്, സോക്കർ പ്ലെയറാണ്. പുള്ളിക്കാരൻ സൗദി അറേബ്യയ്ക്ക് വേണ്ടി കളിക്കാൻ വേണ്ടിയിട്ട് സൗദി അറേബ്യ പേയ്മെൻറ്റ് കൊടുത്ത് വാടകയ്ക്ക് റെൻറ്റഡ് പ്ലെയർ എന്നുള്ള നിലയിൽ സൗദി അറേബ്യ ടീമിൽ ഉൾപ്പെടുത്തിയതാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയെ. അപ്പോൾ ആ സാഹചര്യത്തിൽ MBSമായിട്ടും നല്ല ബന്ധമുണ്ട്. അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ഇൻവൈറ്റി എന്നുള്ള നിലയിൽ ഇലോൺ മസ്കിനെയും ഇതേപോലെ ക്രിസ്ത്യാനോ റൊണാൾഡോയിനെയും അതുപോലെ കുറച്ച് സെലിബ്രിറ്റികളെയും കൂടി ട്രംപ് MBS വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു വൈറ്റ് ഹൗസിലേക്ക്. അപ്പോൾ തീർച്ചയായിട്ടും MBSന് പ്രിയപ്പെട്ട ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയെ അവിടെ സർപ്രൈസ് ആയിട്ട് ഒന്ന് മീറ്റ് ചെയ്യിപ്പിക്കാം എന്നുള്ള നിലയിൽ ട്രംപ് കൊടുത്ത ഒരു സർപ്രൈസാണ്. അപ്പോൾ അങ്ങനെ വന്ന ക്രിസ്ത്യാനോ റൊണാൾഡോ അവിടെ വന്നിട്ട് ട്രംപുമായിട്ട് ആ ഒരു വൈറ്റ് ഹൗസിൽ വിരുന്നിൽ പങ്കെടുത്തു. ആ ഡിന്നർ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് അവർ ഒരു സെൽഫിയൊക്കെ എടുത്ത് പിരിഞ്ഞു പോവുകയാണ് ചെയ്തത്. പക്ഷേ അതിനുശേഷം ക്രിസ്ത്യാനോ റൊണാൾഡോയെ ഇഷ്ടപ്പെടുന്ന മറ്റുള്ള, അതായത് മെക്സിക്കോ, കാനഡ, അതേപോലെ തന്നെ ഈ പാലസ്തീനിയൻ സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, ഇവരെല്ലാം ഈ ഫുട്ബോൾ പ്രേമികളാണ് ഏറ്റവും കൂടുതൽ ഈ അറബ് രാജ്യങ്ങളിലൊക്കെ ഉള്ള ആൾക്കാർ. അപ്പോൾ അവരെല്ലാവരും കൂടി ചേർന്നിട്ട് ഇപ്പം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഈ ഒരു വിസിറ്റിനെ ശരിക്കും അവർ പൊങ്കാലയിടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം നിലവിൽ സോഷ്യൽ മീഡിയയിൽ കാണുന്നത്. അതുപോലെ തന്നെ കുറേ സ്ഥലങ്ങളിൽ എർത്ത് ക്വേക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാനിൽ ഒരു സ്ഥലത്ത് എർത്ത് ക്വേക്ക്, ആ എർത്ത് ക്വേക്കിൽ ശരിക്കും നോർത്ത് ഇന്ത്യയുടെ കുറച്ച് ഭാഗങ്ങൾ, അതേപോലെ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ ഈ മേഖലയിലൊക്കെ ആ ഒരു എർത്ത് ക്വേക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. 5.5 മാഗ്നിറ്റ്യൂഡിലാണ് റിക്ടർ സ്കെയിലിൽ ഈ ഒരു എർത്ത് ക്വേക്ക് ഫീഡായത്. അതുപോലെ തന്നെ ഏതാണ്ട് 130 കിലോമീറ്ററിന് താഴെയാണ് ഇതിൻ്റെ ഒരു പ്രഭവ കേന്ദ്രം. അപ്പോൾ അതുകൊണ്ട് ഇത് വീണ്ടും വരുമോ, അല്ലെങ്കിൽ ഈ പ്രകമ്പനം മാത്രമേ ഉള്ളോ എന്നുള്ള രീതിയിലുള്ള ചില ടെൻഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അവിടെ മാത്രമല്ല, ബംഗ്ലാദേശിൽ ഈ എർത്ത് ക്വേക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, അതേപോലെ തായ്ലാൻഡിൽ എർത്ത് ക്വേക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കുറച്ച് ഏരിയകളിൽ ഇന്നലെ എർത്ത് ക്വേക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ബ്രസീലിൽ ഒരു സംഭവം, ഈ ബ്രസീലിൽ COP30 ഈ കാർബൺ എമിഷനുമായിട്ട് ബന്ധപ്പെട്ട ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ മീറ്റിംഗ് ബ്രസീലിൽ വെച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് തുടങ്ങിയ ദിവസം മുതലേ അവിടെ ഇച്ചിരി പ്രശ്നമാണ്. അപ്പോൾ ഇന്നലെ ശരിക്കും ഈ COP30 നടന്നുകൊണ്ടിരുന്ന ഒരു ആ വെന്യൂവിൽ വലിയ തീപിടുത്തം. അതായത് നമ്മളിത് മനസ്സിലാക്കേണ്ടത് ഈ COP30 ഇവരെന്തിനാണ് നടത്തുന്നത്, കാർബൺ എമിഷൻ എങ്ങനെ കുറയ്ക്കാം, അതിന് എങ്ങനെയാണ് ഗ്ലോബൽ കോൺട്രിബ്യൂഷൻ, ഓരോ രാജ്യങ്ങളും അവരുടെ പ്രൊഡക്ഷൻ, മാനുഫാക്ചറിങ്, ഇവിടെയൊക്കെ കാർബൺ എമിഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കോൺട്രിബ്യൂഷൻസ് ചെയ്യാൻ പറ്റും,
അപ്പോൾ അത് പുതിയ രീതിയിൽ എങ്ങനെയാണ് ഇന്നോവേഷൻസ് കൊണ്ടുവരിക അതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് ഈ ഗ്ലോബൽ വാർമിംഗ് കുറയ്ക്കാൻ കഴിയും, ഒരു ക്ലൈമറ്റ് ചേഞ്ച് എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള ഡിസ്കഷൻസ് ആണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അവിടെ തന്നെ തീ പിടിച്ച് അവിടെ തന്നെ ഏറ്റവും കൂടുതൽ കാർബൺ എമിഷൻ നടക്കുകയാണ്. തീ പിടിക്കുമ്പം സ്വാഭാവികമായിട്ടും പുക ഉയരുമല്ലോ, പിന്നെ അത് കാർബണായിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ആ രീതിയിലുള്ളൊരു കോമഡിയും കൂടിയാണ്. ഒരു വിപത്ത് എങ്ങനെയാണ് കോമഡിയായി മാറുന്നത് എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ കാണാൻ കഴിഞ്ഞത്. ശരിക്കും ബ്രസീലിന് അനുയോജ്യമല്ല ഈ ഒരു COP30 അഥവാ ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട മീറ്റിംഗ് ഇനി ബ്രസീലിൽ നടക്കുമെന്ന് തോന്നുന്നില്ല. അടുത്തൊരു വാർത്ത എന്ന് പറഞ്ഞാൽ ഇസ്രായേലും ഇന്ത്യയും തമ്മിൽ ഒരു ഡീപ്പ് നെഗോസിയേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെന്തിനാണെന്ന് പറഞ്ഞാൽ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്, രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് നടത്താൻ വേണ്ടിയിട്ട് അതിന് ചർച്ചകൾക്ക് തുടക്കം കുറിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു MOU സൈൻ ചെയ്തിട്ടുണ്ട്, മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. ഇതൊരു ബേസിക് എഗ്രിമെന്റ് ആണ്. ഇതിനെ തുടർന്ന് ചർച്ചകൾ ഇനി പല ഘട്ടങ്ങളിലായിട്ട് തുടരെ നടക്കും. അത് കഴിഞ്ഞിട്ട് ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റിലേക്ക് സൈൻ ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് ഇത് വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആണ്. കാരണം ഇസ്രായേൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു സ്ഥലത്ത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഹൈഫ പോർട്ടുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഈ എഗ്രിമെന്റിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ശരിക്കും ഇസ്രായേലുമായിട്ട് ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഇന്ത്യക്ക് വളരെയധികം സഹായകരമാകും. മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ഇസ്രായേലിന്റെ നോർമലൈസേഷൻ നടക്കുന്നതോടുകൂടി പല രാജ്യങ്ങൾക്കും അവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യാൻ കഴിയും എന്നാണ് ഇന്ത്യ കരുതുന്നത്. നേപ്പാളിൽ ഇപ്പോൾ ഒരു ഇടക്കാല സർക്കാരാണ് അവിടെ ഉള്ളത്. അപ്പോൾ എന്തായാലും നേപ്പാളും ഇന്ത്യയും തമ്മിൽ ഇപ്പം നല്ല രീതിയിലുള്ള ബന്ധം മുന്നോട്ട് പോവാണ്. നേപ്പാളിലേക്ക് ഇന്ത്യയിൽ നിന്നും പോകുന്ന ടൂറിസ്റ്റുകളുടെ കയ്യിൽ നിന്നും ഒരു ചെറിയ ഫീസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് പ്രത്യേകിച്ചും ഈ അപ്പർ മുഷ്താങ് എന്ന് പറഞ്ഞ ആ സ്ഥലം വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഫീ ചാർജ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഫീ ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുകയാണ് ഇന്ത്യക്കാർക്ക് ഈ നേപ്പാളിൻ്റെ പുതിയ ഗവൺമെൻറ്. അതായത് ഇന്ത്യയുമായിട്ട് നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ള ആ ഒരു സൂചനയുടെ ഭാഗമായിട്ടാണ് അവർ ഇത് ചെയ്തിരിക്കുന്നതായിട്ട് വാർത്തകൾ വരുന്നത്. നിലവിലുള്ള ഗവൺമെന്റിന്റെ ഗുഡ് ഇന്റൻഷന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു നടപടി അവർ സ്വീകരിച്ചിരിക്കുന്നത്. ഇന്ത്യ തീർച്ചയായിട്ടും ഇതിന് അക്കൗണ്ടബിലിറ്റി സൂക്ഷിക്കും. അതിന് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ഇന്ത്യ ആ രീതിയിൽ തന്നെ നേപ്പാളുമായിട്ട് റെസ്പോണ്ട് ചെയ്യും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. നേപ്പാളിന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പണ്ടൊക്കെ ഗൂർഖ റെജിമെന്റ് എന്ന് പറഞ്ഞ റെജിമെന്റ് നേപ്പാളിന്റെ സിറ്റിസൺസും തന്നെയാണ് ഇന്ത്യൻ ആർമിയിൽ പണിയെടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിലുള്ള സഹകരണത്തിൽ ഉണ്ടായിരുന്ന രാജ്യങ്ങളാണ് ഈ ശർമ്മ ഒലിയെ പോലത്തെ ചില ആൾക്കാർ വന്നിട്ട് തകർത്ത് തരിപ്പണമാക്കിയത്. എന്തായാലും ഇന്ത്യ നേപ്പാൾ വീണ്ടും ആ ഒരു ബന്ധം റീഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഒരു പോസിറ്റീവ് സൈൻ തന്നെയാണ് ഇപ്പം നടന്നിരിക്കുന്ന ഒരു വിഷയം. അപ്പോൾ എന്തായാലും കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്, എസ്പെഷ്യലി ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.